ഷാരോണിനെ കൊന്നതെന്ന് തെളിഞ്ഞതോടെ ഗ്രീഷ്മയ്ക്ക് നിയമം കരുതിവച്ചിരിക്കുന്ന ശിക്ഷ എന്താണെന്നാണ് പലരും ആലോചിക്കുന്നത്. വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചപ്പോൾ ശിക്ഷയുടെ ഇളവ് പരമാവധി കുറയ്ക്കണമെന്നാണ് ഗ്രീഷ്മ കോടതിയിൽ അപേക്ഷിച്ചത്. ശിക്ഷ നാളെ വിധിക്കും. ഇതിനിടെ അന്വേഷണ സമയത്ത് ഗ്രീഷ്മ പറഞ്ഞ വാക്കുകളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഓർത്തെടുക്കുന്നത്. തിരുവനന്തപുരം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചായിരുന്നു കേസ് അന്വേഷിച്ചത്. കേസ് അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തിയ സമയത്ത് അന്വേഷണ സംഘത്തിലെ ചില ഉദ്യോഗസ്ഥർ ഗ്രീഷ്മയുടെ മനസ്സറിയാൻ വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിച്ചു. അവരോടൊരു പ്രതി എന്ന പേടിയും തോന്നലും ഒന്നുമില്ലാതെയാണ് ഗ്രീഷ്മ ഇടപെട്ടത്. ആ സംസാരത്തിനിടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രധാന ചോദ്യങ്ങളിൽ ഒന്നായിരുന്നു, എന്തിനാണ് ഷാരോണിനെ കൊല്ലാൻ തീരുമാനിച്ചത്? ഗ്രീഷ്മയ്ക്ക് ബിരുദാനന്തര ബിരുദമുണ്ട്. കാര്യങ്ങൾ സ്മാർട്ടായി മനസ്സിലാക്കുന്ന പെൺകുട്ടി. കൊലപാതകം ചെയ്താൽ ശിക്ഷിക്കപ്പെടുമെന്നും അറിയാം. എന്നിട്ടും എന്തിന് കൊല ചെയ്തു എന്നാണ് ഉദ്യോഗസ്ഥർ ഉദ്ദേശിച്ചത്. ചിരിച്ചുകൊണ്ട് യാതൊരു കൂസലുമില്ലാതെയാണ് ഗ്രീഷ്മ അതിന് മറുപടി പറഞ്ഞത്. ഷാരോണിനൊപ്പം ജീവിക്കാൻ ഒരാഗ്രഹവുമില്ല. ഒഴിവാക്കാൻ പറഞ്ഞിട്ട് ഷാരോൺ പോകുന്നുമില്ല. പിന്നെ കൊല്ലുകയില്ലാതെ മാർഗമില്ലായിരുന്നു. ശിക്ഷ കിട്ടുമെന്നറിയാം. കൂടിപ്പോയാൽ ജീവപര്യന്തം, അതായത് 14 വർഷം. അപ്പോൾ 38 വയസ്സാകുമ്പോൾ ജയിലിൽ നിന്നിറങ്ങും. ഞാൻ അത് കഴിഞ്ഞ് ജീവിച്ചുകൊള്ളാം. ഈ മറുപടി കേട്ട ഉദ്യോഗസ്ഥർക്ക് മറുപടി ഇല്ലാതായി. ഗ്രീഷ്മ കരുതിയതുപോലെ 38-ാം വയസ്സിൽ പുറത്തിറങ്ങാൻ പറ്റുന്ന ജീവപര്യന്തമാണോ അതോ അതിലും കൂടുതലാണോ കുറവാണോ എന്നുള്ള കാര്യം നാളെ അറിയാൻ സാധിക്കും. എല്ലാത്തിനെയും വളരെ നിസ്സാരമായി കാണുന്ന ഗ്രീഷ്മ ഷാരോണിനെയാണ് ഇപ്പോഴും കുറ്റം പറയുന്നത്. ഒഴിവാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒഴിവായി പോകണം. അല്ലാതെ ജീവിതത്തിൽ ഇങ്ങനെ താങ്ങി നിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്തരത്തിൽ കൊല്ലേണ്ടി വരുമെന്നുള്ള നിലപാടാണ് ഗ്രീഷ്മയ്ക്കുള്ളത്. അത് ഗ്രീഷ്മ ചെയ്യുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.